ആംബുലൻസിന് പോലും കടന്നു ചെല്ലാനാവാത്ത വിധം പൊട്ടിപ്പൊളിഞ്ഞ റോഡ്. കുടിവെള്ളമായി കിട്ടുന്നത് മലിനജലം. വീടെന്ന പേരിലുള്ളത് ടാർപോളിൻ കുടിലുകൾ. കാട്ടാന വന്നാൽ ഓടിയൊളിക്കാൻ ഒരു പാറപ്പുറവും. നമ്മുടെ തൊട്ടടുത്ത് ഒരു കൂട്ടം മനുഷ്യർ താമസിക്കുന്ന പ്രദേശത്തിന്റെ നേർചിത്രമാണിത്. അവരുടെ ജീവിതാവസ്ഥയിലേക്ക് KCV ന്യൂസ് നടത്തിയ ഒരു അന്വേഷണ റിപ്പോർട്ട് കാണാം. കോടികൾ ചെലവഴിച്ചുള്ള കേരളയിലും വികസന വായ്ത്താരികളും ചർച്ചയാകുന്ന നമ്പർ 1 കേരളത്തിലെ ഒരു റോഡാണിത്. കാളവണ്ടി യുഗത്തിൽ പോലും ഇങ്ങനൊരു റോഡുണ്ടാകില്ല. സംശയിക്കേണ്ട ഒരു ട്രൈബൽ ഊരിലേക്കുള്ള റോഡാണിത്. വികസനം എന്ന വാക്കിന്റെ അർത്ഥമെന്തെന്ന് നമുക്ക് ഇതിലൂടെ നടന്നു തന്നെ ചെന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇത് നേര്യമംഗലത്തെ ചന്തു കോളനി എന്ന് വിളിക്കുന്ന ആദിവാസി ഊരിലേക്കുള്ള വഴിയാണ്. 2 പതിറ്റാണ്ട് മുമ്പ് നിർമ്മിച്ച് ഇപ്പോൾ തകർന്ന് നാമാവശേഷമായി കിടക്കുന്ന റോഡിലൂടെ അടിയന്തര ഘട്ടങ്ങളിൽ ഒരു ആംബുലൻസിന് പോലും കടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. ഈ റോഡിലൂടെയുള്ള വാഹനയാത്ര അപകടകരമായതിനാൽ കുഞ്ഞുങ്ങൾക്ക് അംഗൻവാടിയിൽ പോകാനോ സ്കൂളുകളിൽ പോകാനോ ഏറെ പ്രയാസപ്പെടേണ്ടി വരികയാണ്. ഈ റോഡ് പുനർനിർമ്മിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണെന്ന ചോദ്യത്തിനു മുന്നിൽ ട്രൈബൽ വകുപ്പും PWDയും പഞ്ചായത്തും കൈമലർത്തുകയാണ്. പരാതികളും നിവേദനങ്ങളും നൽകി മടുത്ത ഊരുനിവാസികൾ സഹികെട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഈ റോഡിന് അച്ഛനില്ലേ, അമ്മയില്ലേ എന്ന്. ഈ വഴിയിൽ പല പ്രാവശ്യം അപകടങ്ങൾ സംഭവിക്കും. ബൈക്ക് മറിയും, ആളുടെ മേത്ത് മൂലം ബൈക്ക് വീണ് ഇവിടെ കിടന്നിട്ടുണ്ട്. ഞാൻ പോലും ഓട്ടോറിക്ഷ വന്ന് തെറിച്ച് ഇവിടെ വന്ന് തല അടിച്ചു പൊളിഞ്ഞ് ഇവിടെ കിടന്നിട്ടുണ്ട്. ഒരു മനുഷ്യനിൽ നിന്ന് ഒന്നല്ല ഈ വഴി ശരിയാക്കി തരിക. ഞങ്ങൾക്ക് ഒന്നല്ല ലൈറ്റ് വേണം, വെട്ടം വേണം, ഈ നടക്കണ വഴി ശരിയായിരിക്കണം. ഈ റോഡ് അവരുടെ അല്ല, ഫാമുകാരുടെ അല്ല, സെറ്റിൽമെന്റിലല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ റോഡിന്റെ അച്ഛനും അമ്മ ഇല്ലേ? അച്ഛനും അമ്മ ഇല്ലാത്ത കൊച്ചാണത്. അവരും അല്ല ഇവരും അല്ല. പിന്നെ ഞങ്ങൾ ഈ പാവപ്പെട്ട ആൾക്കാർ ഈ റോട്ടിൽ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് അതിനുള്ള മാർഗങ്ങളുണ്ട്. ഞങ്ങൾക്ക് കിടക്കണ കീറിയ ഷെഡ് പടുതയ്ക്കാത്ത എന്റെ മരുമാനാണെങ്കിൽ കയ്യുമില്ല കാലില്ല ഒടിഞ്ഞു ഉറങ്ങി കിടക്കണം. ഒരു രാത്രി ഇവിടുന്ന് ആംബുലൻസിന് കൊണ്ടുപോകാൻ പറ്റാനുള്ള ആംബുലൻസ് വരുന്നില്ല. ഇതിനൊരു നടപടി എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് നടപടിയാക്കി തരിക. കുടികളിലായി 100-ലേറെ ആദിവാസികളുണ്ട് ഇവരുടെ ഊരിൽ. മാറി മാറി വന്ന സർക്കാരുകൾ ഈ നിരാലംബ മനുഷ്യരുടെ ജീവിതം എത്രമാത്രം വികസിപ്പിച്ചു എന്നതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് ഈ തകർന്ന റോഡിൽ നിന്നും ആരംഭിക്കുന്നത്. ഊരിനകത്തേക്ക് കടന്നു ചെന്നാൽ കാണാൻ കഴിയുന്നത് റോഡിനേക്കാൾ ദയനീയമായ അവസ്ഥയാണ്. ഒരു കാറ്റോ മഴയോ വന്നാൽ പറന്നുപോകുന്ന, ചൂടുകാലത്ത് വെന്തു പുഴുങ്ങുന്ന വെറും ടാർപോളിൻ ഷീറ്റ് കൊണ്ടുള്ള മാടങ്ങളിലാണ് ഭൂരിഭാഗം പേരും ജീവിതം തള്ളി നീക്കുന്നത്. വീടും വെള്ളവും വൈദ്യുതിയും അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്താണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വനപ്രദേശങ്ങളിൽ നിന്നും മറ്റുമായി ഇവരെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത്. എന്നാൽ വാഗ്ദാനങ്ങൾ പിന്നീട് ജലരേഖയായി. പണിതു നൽകാമെന്ന് പറഞ്ഞ വീടുകൾ പണി പൂർത്തിയാക്കാതെ പട്ടിയും പാമ്പും പെറ്റുകിടന്ന് കാട്ടുവള്ളി പൊന്തകൾ മൂടി പ്രേതാലയങ്ങൾ പോലെ കിടക്കുന്നു. മതിയായ വെള്ളവും വെളിച്ചവും വരെ ഊരുനിവാസികൾ കന്യമാണ്. വർഷങ്ങൾക്ക് മുമ്പ് എപ്പോഴോ ശുചീകരിച്ച കുടിവെള്ള ടാങ്കിൽ നിന്നും കിട്ടുന്നത് പലപ്പോഴും ചെളി നിറഞ്ഞ മലിനജലമാണ്. ഇത് കുടിച്ച് അസുഖബാധിതരായി അടിയന്തര ചികിത്സ തേടേണ്ടി വന്നാൽ ഊരിലേക്കുള്ള തകർന്ന റോഡിലൂടെ ഒരു ആംബുലൻസ് പോലും കയറി വരില്ല. കുട്ടികൾക്കും യുവാക്കൾക്കും കളിക്കാനുള്ള ഒരു കളിസ്ഥലം പോലുമില്ല. അടിസ്ഥാന സൗകര്യങ്ങൾ വരെ നിഷേധിച്ചുകൊണ്ടുള്ള അധികാരികളുടെ വഞ്ചനയിൽ പ്രതിഷേധിച്ച് ഊരുകൂട്ടം വരെ ബഹിഷ്കരിക്കേണ്ടി വന്നതായി ഊരുമൂപ്പൻ മണിക്കുട്ടൻ പറയുന്നു. ഈ റോഡൊന്നും നന്നാക്കി കിട്ടണം. റോഡിന്റെ പ്രശ്നം കൊണ്ട് ഈ കഴിഞ്ഞ ദിവസം ഊരുകൂട്ടം വന്നിട്ട് പോലും ഞങ്ങളത് ബഹിഷ്കരിച്ചതാണ്. പഞ്ചായത്തിൽ നിന്നുള്ള ആൾക്കാരും അധികാരികളെല്ലാം വന്നു.
അവർ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സമ്മതിച്ചില്ല. ഞങ്ങൾക്കിത് ഈ റോഡ് വർഷങ്ങളെ 10-20 വർഷമായി റോഡിനെ പറ്റി പറയുമ്പോൾ അത് ആരുമില്ല, PWD ഇല്ല, പഞ്ചായത്തില്ല, ട്രൈബലില്ല എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഊരുകൂട്ടം ബഹിഷ്കരിച്ചു. വരുമ്പോൾ അവർ ഒപ്പിട്ട് അത് ആൾക്കാരെ കൊണ്ട് എല്ലാവരെയും ഒപ്പിടിച്ചേച്ച് അവർ ഓരോ വാഗ്ദാനങ്ങൾ അടുത്ത കൊല്ലത്തേക്കാണെന്നും പറഞ്ഞ് വാഗ്ദാനം പറഞ്ഞേച്ച് പോകും. ഇവിടെ സ്കൂൾ ബസ് 2 ഉണ്ട്, അതും കയറി വന്നില്ല. അത് അക്കരെ വന്നേച്ച് പിള്ളേർ അങ്ങോട്ട് നടന്നു പോവുക. അതുപോലെ പിന്നെ ആശുപത്രി കൊണ്ടുവന്ന 2-3 കാരണന്മാരുണ്ട്. അവരെ രാത്രി കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ആംബുലൻസ് ഇവിടെ കിടന്ന് കറങ്ങുമായിരുന്നു, അങ്ങോട്ട് കയറി വന്നില്ല. രാത്രി 1 മണിയായപ്പോൾ കാലില്ലാത്ത ഒരാളുണ്ട്, അവരെ രാത്രിയും പകലും എപ്പോഴും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ അതുപോലും നടക്കണില്ല. അത് കാരണം കൊണ്ട് ഞങ്ങൾ ഈ പ്രാവശ്യത്തെ ഊരുകൂട്ടം ബഹിഷ്കരിച്ച ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ, ഉദ്യോഗസ്ഥന്മാർ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേണ്ടാന്ന് വെച്ചു. രണ്ട് വലിയ കൃഷി ഫാമുകൾ ഇവരുടെ ഊരിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഒന്ന് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള നാളികേര വികസന ബോർഡിന്റെയും മറ്റൊന്ന് സംസ്ഥാന സർക്കാരിന്റെ കൃഷി വകുപ്പിന്റെ കീഴിലുള്ളതും. പട്ടിണിയും പരിവട്ടവുമായി കഴിയുന്ന ഊരിനിവാസികൾക്ക് ഇവിടെ ഒരിടത്തും ഒരാൾക്ക് പോലും ജോലി നൽകാനുള്ള മനുഷ്യപ്പറ്റ് പോലും അധികാരികൾ കാണിച്ചിട്ടില്ല. മരുന്ന് ചെടികൾ പറിച്ചു വിറ്റും വല്ലപ്പോഴും കിട്ടുന്ന കൂലിപ്പണിക്ക് പോയുമാണ് ഇവർ അടുപ്പ് പുകയ്ക്കുന്നത്. കൃഷി ചെയ്യാൻ ശ്രമിച്ചാലും വന്യമൃഗശല്യം രൂക്ഷമാണ്. പന്നിയും കുരങ്ങും കാട്ടാനയുമൊക്കെയായി ജീവിത ദുരിതം വർദ്ധിപ്പിക്കുന്നു. പെരിയാർ നീന്തിക്കടന്നെത്തുന്ന കാട്ടാനകൾ ഊരിൽ രാത്രികാലങ്ങളിൽ ഭീതി വിതയ്ക്കുന്നു. ഒരു സുരക്ഷിതത്വവുമില്ലാത്ത ടാർപോളിൻ കുടിലുകളിൽ നിന്നും കുഞ്ഞുങ്ങളെയും വയസ്സായവരെയും എടുത്തുകൊണ്ട് അടുത്തുള്ള പാറമുകളിൽ കയറിയിരിക്കാറാണ് പതിവെന്ന് ഇവർ പറയുന്നു. ഇത് ആന ഇറങ്ങിയെടുക്ക് ഞങ്ങൾ അവരെ വിളിച്ചാത്ത ഫോറസ്റ്റുകാരെ അവർ വന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർ വന്ന് നോക്കിയിട്ട് പറഞ്ഞു അത് ഇനി ഇവിടെ കണ്ടില്ല, അത് എവിടെയാണെന്നൊന്ന് ചോദിക്കാണ്ട് അവരുടെ കയ്യിൽ വെട്ടമില്ല, വെളിച്ചമില്ല, പടക്കമില്ല, ഒന്നുമില്ല പറഞ്ഞ് അവരുടെ ഏരിയയിൽ ആന ഇറങ്ങിയേക്കാണ്, അവർക്ക് അവിടേക്ക് അത്യാവശ്യമായിട്ട് പോകണമെന്നും പറഞ്ഞ് അവരിവിടുന്ന് പോയി അന്ന് രാത്രി മൊത്തം ഞങ്ങൾ പാറയിലായിരുന്നു. ആന ഇവിടുന്ന് പോയിട്ടുണ്ടായില്ല. പിന്നെ കുഞ്ഞു പിള്ളേരെയും തള്ളന്മാരെയൊക്കെ കൊണ്ട് ഞങ്ങൾ അതിലേക്ക് ഓടി പാറയിൽ വന്ന് തീയിട്ട് ഞങ്ങൾ അവിടെ എല്ലാം നിന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അവരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, പിന്നെ അവർ വന്നു. ആന കയറിപ്പോയതിന് ശേഷമാണ് അവർ പിന്നെ വന്ന് അവർ ഇടയ്ക്ക് അവിടെയൊക്കെ ചെന്ന് നോക്കി. ഇവരോട് ഞങ്ങളോട് മുന്നിട്ട് നിന്ന് നോക്കാനാണ് അവർ പറയുന്നത്. ഞങ്ങൾ ഇത്ര കാലങ്ങളായി 2-3 വർഷമായി ആനശല്യമായിട്ട് ഞങ്ങൾ ഇങ്ങനെ പാഞ്ഞുകൊണ്ട് ഒരു കുഞ്ഞുമക്കളെയും കൊണ്ട് ഓരോ രാത്രി ഉറങ്ങാണ്ട് ഞങ്ങൾ പാറയിലിരിക്കുന്നു. ഞങ്ങൾക്ക് ഇതിനൊരു നടപടി ഇന്നവരെ ഉണ്ടായിട്ടില്ല. വോട്ട് ചോദിക്കാനും എല്ലാ പാർട്ടിക്കാരും വോട്ടിന് മാത്രം അവരിവിടെ വരും. വോട്ട് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ പരിസരത്ത് ഞങ്ങൾ ആദിവാസി മരിച്ചോ ചത്തോ ജീവിച്ചോ എന്ന് അവർ അന്വേഷിക്കുന്നില്ല. ഇതിനൊരു നടപടി ഇന്നവരെ ഉണ്ടായിട്ടുമില്ല. വന്നവരിപ്പോൾ നാളെ തന്നെ ശരിയാക്കാം, അതിന് അടുത്ത് തന്നെ വരും. ഈ വരലും മാത്രമേ ഉള്ളൂ. ഇന്നവരെ ഞങ്ങൾക്ക് ഒരു അനുകൂലങ്ങളും ഞങ്ങൾ ഇതിലൊരു ഇതായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടില്ല. സർക്കാരോട് ചോദിക്കുമ്പോൾ അവർ പറയണം ഞങ്ങൾ പഠിച്ചിട്ടില്ല എന്നാ പറയണം. അപ്പൊ ഈ വില്ലേജിലെ ഓഫീസർമാരും ഈ ഒരു പഞ്ചായത്തിലിരിക്കുന്ന ആൾക്കാരും ഓരോ സ്ഥാപനത്തിലിരിക്കുന്ന ആൾ പഠിക്കാണ്ടാണോ ഇവർ സർക്കാർക്ക് ജോലി കൊടുത്തേക്കണേ? ഞങ്ങൾ എന്തെങ്കിലും ഒരു അപേക്ഷയ്ക്ക് ചെന്ന് കഴിഞ്ഞാലും ഇവിടുത്തെ കാര്യങ്ങൾ പറയുമ്പോൾ ആ സാറ് പറയണ നിങ്ങൾ സമയമായിട്ടില്ല, ഞങ്ങൾ പഠിച്ചിട്ടില്ല എന്നാ പറയണേ. ഇവർ പഠിക്കാണ്ട് നിയമം കയ്യിലെടുക്കാനുള്ള ഓഫീസിൽ കൂടെ പേരും കൊണ്ട് വന്നിരിക്കണേ. ഞങ്ങൾ ഓരോ ഇതൊക്കെ ഞങ്ങൾക്ക് സർക്കാർ 10 സെന്റ് സ്ഥലം തന്നു, ഞങ്ങൾക്ക് ഒരു വീട് തന്നു. അതിലൊരു വെട്ടമില്ല, വെളിച്ചമില്ല. ഈ ആലസ്യമില്ല, ഈ കാട്ടിൽ ഞങ്ങളുടെ ഈ ജീവൻ എന്താ വിലയില്ല സർക്കാർക്ക്. അമ്പതോ കാശുള്ളവന്മാരാണ് ഇവിടെ കിടക്കലെങ്കിൽ അവർ നിരന്തരം ഈ സമൂഹത്തിൽ അവർ വരില്ലേ? കമ്മ്യൂണിസ്റ്റ് ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, BJP ഉണ്ട്, എല്ലാ ആൾക്കാരും ഉണ്ട്. ഇവർ ഈ വോട്ടിനല്ലാണ്ട് ഈ ഞങ്ങളുടെ ഒരു കുഞ്ഞുങ്ങളുടെ ജീവനോ ഈ വലിയ ആൾക്കാർ ജീവന് ഇവരെന്താ ജീവൻ കൽപ്പിക്കുകയോ ഞങ്ങളുടെ ജീവന് ഇവർ ഇതാക്കാത്ത കാരണം എന്നാന്ന് ചോദിക്കണേ. തെരഞ്ഞെടുപ്പാകുമ്പോൾ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും BJPയും ഇവിടെ വോട്ട് ചോദിച്ചെത്തും. എന്നാൽ പിന്നെ ആരെങ്കിലും മരിച്ചാൽ പോലും ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കാറില്ലെന്ന് ഊരുനിവാസികൾ പറയുന്നു. ഇതാണ് നമ്മുടെ നാട്ടിലെ വികസന രാഷ്ട്രീയത്തിന്റെ യഥാർത്ഥ മുഖം. ക്യാമറമാൻ ജോബിൻസിനൊപ്പം ശ്യാംകുമാർ, KCV ന്യൂസ്.